السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള അബദ്ധങ്ങളെ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ചെരുപ്പ് ധരിക്കുന്ന വിഷയത്തിൽ പോലും ഇസ്ലാം ചില നിർദ്ദേശങ്ങൾ നമ്മളോട് നൽകിയിട്ടുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെരുപ്പ് ധരിക്കാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു രീതി, അഥവാ മറ്റ് മതസ്ഥരായിട്ടുള്ള ചില ആളുകൾ ചെയ്യുന്നത് പോലെ ഒരു ത്യാഗമായിക്കൊണ്ട് ജീവിക്കുന്നതിനെ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ചെരുപ്പ് ധരിക്കാതിരിക്കൽ അനുവദനീയമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. ഫളാലത്ത് ഇബ്നു ഉബൈസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമറനാ അൻ നഹ്തഫിയ അഹ്യാന. ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് നഗ്നപാതരായി നടക്കുവാൻ ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ റസൂൽ അങ്ങനെയും ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതായി ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. അൻ ജാബിർ ഖാല സമിഅതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ അസ്വദിൻ അസൗനാഹാ. ഒരു യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്തക്സിറൂ മിനൻ നിആലി ഫഇന്ന റജുല ലാ യസാലു റാകിബൻ മൻ തഅല. നിങ്ങൾ പാദരക്ഷകൾ അധികരിപ്പിക്കുക, അഥവാ അതിനെ പതിവാക്കുക. കാരണം ചെരുപ്പ് ധരിച്ച് നടക്കുന്നത് ഒരു തരം വാഹന സവാരിയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് കാലിലും ചെരുപ്പ് ധരിക്കണം. ഒരു കാലിൽ ധരിച്ചു മറ്റൊരു കാലിൽ ധരിക്കാതിരിക്കുന്ന ഒരു രീതി ഉണ്ടാകാൻ പാടില്ല. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യംശി അഹദുകും ഫീ നഹ്ലിൻ വാഹിദത്തിൻ. നിങ്ങളിൽ ഒരാളും തന്നെ ഒറ്റ ചെരുപ്പിൽ നടക്കരുത്. ലിയുൻഇൽഹുമാ ജമീഅൻ ഔ ലിയഖ്ലഹുമാ ജമീഅ. ഒന്നെങ്കിൽ രണ്ടും നിങ്ങൾ ധരിക്കുക, അല്ലെങ്കിൽ രണ്ടും അഴിച്ചു വെക്കുക എന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത് കാലിൽ നമ്മൾ അണിയുവാൻ ശ്രമിക്കുക. പലപ്പോഴും എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ തിരക്കുകളും മറ്റ് അവസ്ഥകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചില കാര്യങ്ങളൊക്കെ മറന്നുപോകും. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് വാരിക്കൂട്ടാൻ പറ്റുന്നതായിരിക്കും. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅജിബുഹു അത്തയമ്മുനു ഫീ തനഉലിഹി വതറജ്ജുലിഹി വതുഹൂരിഹി ഫീ ശഅനിഹി കുല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരുപ്പ് ധരിക്കുന്നതിലും അതുപോലെ തന്നെ മുടി ചീകുന്നതിലും ശുദ്ധീകരണത്തിലുമെല്ലാം വലതിനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നത്. അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ചെരുപ്പ് അഴിച്ചു വെക്കുമ്പോൾ ഇടത് കാൽ ആദ്യം അഴിക്കുക.
ഹദീസ് നമുക്ക് കാണുവാൻ കഴിയും, ഇദൻ തഅല അഹദുക്കും ഫല്യബ്ദ ബിൽയമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത്തേത് ധരിക്കട്ടെ, അഴിക്കുമ്പോൾ അവൻ ഇടത്തേത് അഴിച്ചുകൊള്ളട്ടെ എന്ന്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അധ്യാപനങ്ങളും രീതികളുമെല്ലാം വിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായി നമ്മൾ പിൻപറ്റാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.